ഹൃദയത്തിന്റെ അവസ്ഥകളെ കുറിച്ചുള്ള വിശദീകരണം വിജ്ഞാനത്തിന്റെ ഇനങ്ങളിലേക്ക് തുലനം ചെയ്യുമ്പോൾ, വിജ്ഞാനത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഖൽബിന്റെ അവസ്ഥാവിശേഷങ്ങൾ എന്താണ് എന്നതാണ് ഇനിയുള്ള ചർച്ച. ഈ ഉലൂമുകൾ ഏതൊക്കെയാണ്? ഒന്ന് അഖലിയായത്, വെറും ബുദ്ധിപരമായത്; മറ്റൊന്ന് ദീനിയായത്; മറ്റൊന്ന് ദുന്യവിയായത്; മറ്റൊന്ന് ഉഖറവിയായത്. ഇങ്ങനെ 4 വിധം ഉലൂമുകൾ. മനസ്സിലായി? അഖല് കൊണ്ട് മാത്രം കിട്ടുന്ന ചില ഉലൂമുകളുണ്ട്, ദീന് കൊണ്ട് കിട്ടുന്ന ഉലൂമുകളുണ്ട്, ദുന്യാവ് സംബന്ധമായി കിട്ടുന്ന ഉലൂമുകളുണ്ട്, ആഖിറ സംബന്ധമായ ചില ഉലൂമുകളുണ്ട്. ഇതൊക്കെ എവിടെ വരുന്നത് തന്നെയാണ്? ഖൽബില്. എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാകല്? നീ മനസ്സിലാക്കണം. നിശ്ചയം ഹൃദയമാവുന്നത് അതിന്റെ നാച്ചുറലി, എന്ന് പറഞ്ഞാല് അതിന്റെ നാച്ചുറലി, അതിന്റെ പ്രകൃതിദത്തമായി. മനസ്സിലായോ? പ്രകൃത്യ അല്ലെങ്കിൽ പ്രകൃതിദത്തമായി. പ്രകൃതിദത്തം എന്ന് പറഞ്ഞാല് പ്രകൃതി നൽകിയത് എന്നർത്ഥം. മനസ്സിലായില്ലേ? വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായതാണ് ഖൽബ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രകൃതിപരമായി, മനസ്സിലായി? അത് എന്തിന് തയ്യാറായതാണ്? വിജ്ഞാനം സ്വീകരിക്കാൻ തയ്യാറായതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വിജ്ഞാനങ്ങൾ ആ ഹൃദയത്തിൽ വന്നിറങ്ങുന്ന അത് ഓഹരിയാവുന്നതാണ്. ഒന്ന് അക്കലിയ. അത് അക്കലിയ എന്ന് പറഞ്ഞാൽ ശവൈനതയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അക്കലാണ് വിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ആകാശം ഭൂമി കൂടി ഒരുമിച്ച് പോകില്ല, സൂര്യനും ചന്ദ്രനും ഒരേ സമയത്ത് ഉണ്ടാവില്ല. ഇതൊക്കെ മനസ്സിലായില്ലേ? 4 പറഞ്ഞ ഇരട്ടയാണ്, 3 പറഞ്ഞ ഒറ്റയാണ്. ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ. ശറഈയയിലേക്ക് മോഹരിയാവും. ശറഈയത് എന്ന് പറഞ്ഞാല് ബുദ്ധിപരമായി കണ്ടെത്താൻ കഴിയാത്തതാണ്. നിസ്കാരത്തിന്റെ ക്രമങ്ങളൊക്കെ ബുദ്ധിപരമായി കണ്ടെത്താൻ കഴിയാത്ത ശറഈയാണ്. നമ്മളതിന് ചില വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് നോക്കിയിട്ടൊന്നല്ല അത് ശറആക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറആക്കുന്ന സമയത്ത് അതിന് ശാസ്ത്രീയ രഹസ്യങ്ങളൊന്നും കണ്ടിട്ടല്ല. പിൽക്കാലത്ത് അതിന് ശാസ്ത്രീയ രഹസ്യങ്ങൾ പലരും ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷെ അതിൽ അവലംബമായിക്കൊണ്ടല്ല നമ്മൾ കിട്ടുന്നത്. അഖലിയ വിജ്ഞാനം തന്നെ അത് ഓഹരിയാവുന്നതാണ്. ഇതാ ലറൂറിയത്തിൽ, ലറൂറിയായതിലേക്ക് ഓഹരിയാവുന്നതാണ്. മുക്തസിബത്തിൻ, ആർജിതമായതിലേക്ക്. അപ്പോ അഖലിയായ ഉലൂമ് തന്നെ ആർജിതവുമുണ്ട്, അനാർജിതവുമുണ്ട്. ആർജിതവുമുണ്ട്. ആർജിതം നേടിയെടുക്കുന്നത്, പഠിച്ചുണ്ടാക്കുന്നത്, പഠിച്ചുണ്ടാക്കാത്തതുമുണ്ട്. ആർജിതമായത് ദുന്യവിയായ ഉലൂമുകൾ ഉണ്ടാവും, ഉഖറവിയത്തിൽ ഉഖറവിയായ ഉലൂമുകൾ ഉണ്ടാവും. അതാണ് നമ്മള് മൊത്തം ദീനിയ, ദുന്യവിയ, ഉഖറവിയ മൊത്തം അതിന്റെ ഓഹരികളാണ് പറഞ്ഞത്. പക്ഷെ ഡയറക്റ്റ് അങ്ങനെ മൊത്തം ഓഹരികളല്ല, മറിച്ചുള്ളത് എങ്ങനെയാണ്? അത് ആദ്യം എവിടത്തേക്ക് ഓഹരിയാവുന്നു? 2ആയിട്ട് ഓഹരിയാവുന്നു. അഖലിയത്തും ശറഈയത്തുമാണ്. അഖലിയത്ത് പിന്നീട് എന്താവുന്നു? ലറൂറിയത്തും മുക്തസബത്തുമാവുന്നു. മുക്തസബത്ത് എന്താവുന്നു? ദുന്യവിയത്തും ഉഖറവിയത്തുമാവുന്നു. അത് മൊത്തം തഖ്സീമാണ് ഞങ്ങൾ ഹെഡിങ്ങിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് പറഞ്ഞല്ലോ, തഹല്ലു ഫീ തൻഖസിമില അഖലിയത്തി എന്നാണല്ലോ. അഖലിയ വിജ്ഞാനം എന്നാൽ എന്താ? നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാണ്, അതുകൊണ്ട് തേടുന്നുണ്ട് ബുദ്ധിയാവുന്ന നൈസർഗികത. മനസ്സിലായില്ലേ? അവന്റെ ബുദ്ധിയാവുന്ന നാച്ചുറൽ, പ്രകൃതിയുടെ ആ അവസ്ഥയിൽ തേടുന്നത്. വസ്തുമായി അത് അനുകരണം കൊണ്ടോ കേട്ടുകൊണ്ടോ ഉള്ളതല്ല. മനസ്സിലായി? അനുകരണം കൊണ്ടോ കേട്ടുകൊണ്ടോ ഉള്ളതല്ല. അത് തന്നെ ഈ അഖലിയത്ത് എന്തായി മാറുന്നു എന്നാ പറഞ്ഞത്? ലറൂറിയത്തുണ്ട്, മുക്തസബത്തുണ്ട് എന്നറിയില്ലേ? ലറൂറിയായത് ഏതാ?
മനസ്സിലാക്കപ്പെടുകയില്ല. അത് എവിടുന്നാണ് ഉണ്ടായത്, ഹസനത്ത് എങ്ങനെയാണത് ഉണ്ടായത് എന്ന് തിരിയില്ല. ഓരോ മനുഷ്യനും അറിയും പോലെ ഞാൻ ഉണ്ട് എന്നുള്ള അറിവ്. ചെറിയൊരു കുട്ടിയുണ്ട് നമ്മളോടാ, ഓനോട് ചോദിക്ക എവിടെ, ഇതാ ഞാന്. ഓനക്കറിയാം ഞാന് എന്ന് പറയുന്നത് ആത്ത് ഇങ്ങനെ തൊട്ട് കാട്ടിയെങ്കിലേ ആവുള്ളൂ എന്ന്. മനസ്സിലായില്ലേ? അതുപോലെ ഇൽമ ഒരു മനുഷ്യൻ അറിയും പോലെ വാഹിദ ഒരാള് രണ്ടിടത്താവൂല. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഇവിടെയുണ്ട് നാട്ടിലുണ്ട് ഒപ്പാകുക. അതിന് പിന്നെ എന്ത് വണ്ടിയെന്നറിയാം, വലിയ ഔലിയപ്പാപ്പൊക്കെ ആയിട്ട് ഫനാന്റെ മർത്തബ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഔലിയാക്കന്മാർക്ക് ചില മർത്തബകളുണ്ട്. മനസ്സിലായില്ലേ? അതന്ന് ഫനാവ് ഇങ്ങനെയൊക്കെയുള്ള ചില മർത്തബകളിലൊക്കെ ചിലപ്പോ സംഭവിച്ചു വരും. അത് എന്തായാലും ഒരിടത്തെ തടി ഉണ്ടാവുള്ളൂ, മറ്റൊരിടത്ത് എന്തേ ഉണ്ടാവുള്ളൂ, ആ തടിയുടെ പ്രതിരൂപം ഉണ്ടാകുക. മനസ്സിലായോ? നമ്മൾ ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയില്ല. ചില ആളുകള് ഇവിടെ ഉള്ള അതേ സമയത്ത് തന്നെ ചില മഹാന്മാരായ ആളുകളെ എവിടുന്ന് കണ്ടിട്ടുണ്ട്, മക്കത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഏതാണെന്ന് പറഞ്ഞാൽ അയാളെ തടി ഇവിടെ തന്നെയാണ്. പിന്നെന്താ, ആ തടിയുടെ ഒരു പ്രതിരൂപം. മനസ്സിലായോ? ഒരു തടി എവിടെ തന്നെ ഉണ്ടാവുള്ളൂ, ഒരിടത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അതിന് രണ്ട് തടി ആവില്ല. ആ തടിയുടെ മറ്റൊരു രൂപം. മനസ്സിലായില്ലേ? അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു അത് ഹാദിസാവൂല, ഖദീമാവൂല, മൗജൂദൻ മൗജൂദാവൂല, മഅദൂമൻ മഅദൂമാവൂല. ഖദീമായ സാധനം പിന്നെ എന്താവുകയില്ല, ഹാദിസാവൂല, ഹാദിസേതുമാവൂല, ഖദീമാവൂല. ഉള്ളതൊന്നും എന്താവുകയില്ല, ഇല്ലാത്തതാവുകയില്ല. ഇല്ലാത്തതൊന്നും എന്തല്ല, ഉള്ളതല്ല. ആർക്കാപ്പത് തിരിയാത്തത്? മനസ്സിലായില്ലേ? അതൊക്കെ വെറുറിയായ കാര്യങ്ങളാണ്. നിശ്ചയമായും ഇതാവുന്നത് ചില വിജ്ഞാനങ്ങളാണ്. ഒരു മനുഷ്യൻ എത്തിക്കുന്നതാണ്. കുട്ടിക്കാലം മുതൽ തന്നെ എത്തിക്കുന്നതാണ്. അതിന്റെ മേൽ ഊട്ടപ്പെട്ടതായിട്ട്. മനസ്സിലായില്ലേ? വളരെ ചെറിയ കുട്ടിക്ക് തന്നെ അത്തരം ചില കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ എന്റെ പെണ്ണ് ഞാൻ വേറേക്ക് പോകാണ്, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ ഓനക്കറിയില്ല, അത് ഉണ്ടാവൂലെന്ന്. കുട്ടി കൂടെ പോരാൻ കഴിയാണ്. അപ്പൊ പറയാ, എടാ ഞാന് എന്റെ തടിന്റെ ഒരു ബാക്കി ഭാഗം പോണ്, ഇവിടെ ബാക്കിയുള്ളവരുണ്ടാവും, ഇവിടെ നിന്നാ മതി എന്നാ പറയുന്നത്. ഓന്റെ കരച്ചിലൊന്നും കിട്ടൂല. മനസ്സിലായില്ലേ? ഓനക്കറിയാം അങ്ങനെ ഉണ്ടാവൂല. അത് ഓന്റെ പ്രകൃതി തരണം. 3 വയസ്സായ കുട്ടി പോലും അറിയാം. മനസ്സിലാക്കപ്പെടുകയില്ല എപ്പോഴാണ് അവനക്ക് ഉണ്ടായത്, ഇൽമുണ്ടായതെന്ന് അറിയില്ല. വലാമിൻ ഐക്യൻ ഏടുന്നാണ് ഹസലഹോ അവനക്ക് ഉണ്ടായതെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? അത് കുട്ടികൾ വന്ന് ചേരുകയാണ്. ഇപ്പൊ ചെറിയ കുട്ടികളെ മനസ്സിലൊക്കെ ഉണ്ട്. 3 വയസ്സ് 2 വയസ്സായ കുട്ടികൾക്കൊക്കെ അറിയാം കൊറോണ വൈറസ് എന്താണെന്ന് അറിയില്ല, എന്നെ കേട്ടു എന്ന് അറിയില്ല. അവർക്ക് അതൊക്കെ കൊറോണ വൈറസ് ഉണ്ട്. ഇതൊരു പ്രകൃതിപരമായി കേട്ടതാണെങ്കിലും അത് ആ കാലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നാച്ചുറലി മനുഷ്യ മനസ്സുകളിൽ വരണമെന്ന. അഥവാ അതിനൊക്കെ അറിയപ്പെടുകയില്ല. സബബം ഖദീബൻ അടുത്തതായ കാരണം അറിയപ്പെടുകയില്ല. അങ്ങനെയല്ല എങ്കിൽ അവനിക്ക് തിരിയാതെയാകൂല. അല്ലാഹുവാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നതും അവനെ നേർവഴിയാക്കിയിരിക്കുന്നതും എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഒന്നതാണ്. ഇനി രണ്ടാമത് അഖലിയായ ഉലൂമ് എന്ന് പറഞ്ഞാൽ ആർജിതമായ ഉലൂമുകളാണ്. മനസ്സിലായോ? ആർജിതമായ പഠിച്ചുണ്ടാക്കിയത്. അതാ അത് പഠിച്ചുണ്ടാക്കിയതാണ്. ദലീലുകളിലൂടെയും ഉണ്ടാക്കിയതാണ്. അപ്പൊ അക്കലിനെ തേടുന്ന ചില സംഗതികളുണ്ട്. മനസ്സിലായില്ലേ? അക്കല് തേടാണ്. വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ പറ്റൂല. അത് ചെറിയ കുട്ടിക്ക് അറിയാലോ. വായുവിൽ ഇങ്ങനെ ചിറകിട്ട് പറക്കാൻ കഴിയൂല. മനസ്സിലായില്ലേ?
ഞാൻ ഇപ്പൊ പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അത് വിശ്വസിക്കൂല. മനസ്സിലായില്ലേ? അവനക്കറിയാം പറക്കാൻ മനുഷ്യന് കഴിയൂല. ഇതൊക്കെ അനാർജിതമായ ജ്ഞാനങ്ങളാണ്. മനസ്സിലായില്ലേ? ആളുകൾക്ക് അനാർജിതമായ നാച്ചുറലി പ്രകൃതിപരമായി ഓന്റെ അക്കലിൽ ഊട്ടപ്പെട്ട ചില രണ്ട് കിസ്മമാവുന്നത് അത് രണ്ടിനും അക്കൽ എന്ന് പറയും. മനസ്സിലായില്ലേ? ഫിത്രിയായ നിലയിൽ കിട്ടുന്നതും ആർജിതമായി കിട്ടുന്നതും രണ്ടിനും അക്കൽ എന്ന് തന്നെയാണ് പറയാ. നമ്മൾ വേണം ബുദ്ധിയിലല്ല നമുക്ക് എന്താ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീ ആർജിതമായ വിജ്ഞാനം നേടുന്നതിൽ പിന്നോക്കമാണ് എന്നാ പറയുന്നമേന, അല്ലാതെ എനിക്ക് ബുദ്ധിയില്ലാന്നല്ല. മനസ്സിലായില്ലേ? നിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നീ ഒരുപാട് കാര്യങ്ങൾ ആർജിക്കേണ്ടിയിരുന്നു. ആ ആർജിതമായ കാര്യത്തിൽ നീ പിന്നോക്കമാണ് എന്നാ. ഓന ആർജിതമായ കാര്യത്തിൽ പിന്നോക്കമായത് കൊണ്ടാണ് അവൻ മറ്റു പല കാര്യങ്ങളിൽ എന്താക്കായി മാറുന്നുണ്ട്, മുന്നോക്കമായി മാറുന്നുണ്ട്. മനസ്സിലായില്ലേ? അതെന്റെ ആർജനത്തിന്റെ കുറവാ. ചില കുട്ടികൾക്ക് കിതാബ് കിട്ടൂല. എന്താ? അത് ആർജിച്ചതിലുള്ള കുറവാ. അതേ സമയത്ത് കമ്പ്യൂട്ടറിലോ മഹക്കിക്കാണ്, കായികാഭ്യാസത്തിലോ മഹക്കിക്കാണ്, എഴുത്തിലൊരു വിദഗ്ധനാണ്, പ്രസംഗം വളരെ നൈപുണ്യമുള്ളതാണ്. ഇങ്ങനെ പല ജാതി സംഗതികളിലേക്ക് അവർക്ക് മികവുണ്ടെങ്കിൽ കിതാബിലോ പിന്നിൽ എന്താ അത് ആർജിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് ആർജിതമായ കഴിവുകളാണ്. പിന്നെ ബുദ്ധിയുടെ അനാർജിതമായ ഒരു കഴിവുകളുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതൊരു കുട്ടിക്കും അറിയുന്ന ചില കാര്യങ്ങൾ. അലി റളിയല്ലാഹു അൻഹു പറയാ, അദ്ദേഹത്തിലേക്ക് അങ്ങനെ ചേർക്കപ്പെട്ട് പറയുന്നുണ്ട്. ولا ينفع مسموع إذا لم يكن مطبوع كما لا تنفع الشمس وضوء العين ممنوع. ബുദ്ധിയെ ഞാൻ കണ്ടിരിക്കുന്നു. അക്കലൈനി രണ്ട് തരം ബുദ്ധിയുണ്ട്. നാച്ചുറലി ബുദ്ധിയാണ്, മറ്റൊന്ന് കേട്ടു പഠിച്ചുണ്ടാക്കിയതുമാണ്. ഒന്ന് മത്തുപോയാൽ ഊട്ടപ്പെട്ടത് നാച്ചുറലി ഉള്ളതാണ്, മസ്മൂഴി മറ്റൊന്ന് കേട്ടു പഠിച്ചതുമാ. പക്ഷേ ആർജിതമായി കേട്ടതായ ഇൽമു കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. തബഈയായ നിലയ്ക്ക് നാച്ചുറലി പ്രകൃതിപരമായ ബുദ്ധിയോനില്ല എങ്കിൽ, മനസ്സിലായില്ലേ? ആ അക്കൽ ഓൻ അള്ള കൊടുത്തിട്ടില്ല. പിന്നെ ഏതേ ഉള്ളൂ മസാലുകളൊക്കെ നന്നായിട്ട് പഠിച്ചേക്കണു. ഹൈദിന്റെ മസാലൊക്കെ കാണാപാടാക്കിയിരിക്കണു. മുബ്തദത്ത്, മുംതാദത്ത്, മുതഹയ്യിറത്ത്, ഇങ്ങനെയുള്ള അതൊക്കെ പഠിച്ചേക്കണു. ഫറാലിന്റെ മസാലൊക്കെ കലക്കി കുടിച്ചേക്കണു. മനസ്സിലായില്ലേ? നീ ഏതൊക്കെ മസാല വേണ്ടതെങ്കിൽ എല്ലാം മോന്റെ അടുത്തുണ്ട്. പക്ഷെ എന്തില്ല? അല്ലാഹു തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഫിത്രിയായ അക്കലില്ല. അവനാണ് ഈ വേണ്ടാത്തരക്ക് കാട്ടുന്നത്. മനസ്സിലായി? പഠിക്കാത്തതുകൊണ്ടല്ല, പഠിച്ചു എന്നത് ആളുകൾ നന്നാകലിക്കുള്ള ഒരു നിമിത്തമേ ആവുന്നുള്ളൂ. പഠിച്ചുകൊണ്ട് നന്നാവൂല. പഠിച്ചുകൊണ്ട് ചിലപ്പോൾ ചിലർ കേടുക ചെയ്യും. എന്താ കാരണം? അല്ലാഹു തആലയുടെ ഖുർആനും ഹദീസുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, കൈകാര്യം ചെയ്തിട്ട് അതനുസരിച്ചുള്ള യാതൊരു അമലും ഓരോരുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പഠിക്കാത്തവനേക്കാളും മോശക്കാരത്. നല്ല സാധനം ചത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാസന. മനസ്സിലായില്ലേ? പല്ലി ചത്താൽ വലിയ മണം ഉണ്ടാവില്ല, കൂറ ചത്താലും അത്ര മണം ഉണ്ടാവില്ല. പക്ഷെ ഒരു പൂച്ച ചത്താലും ഒരു പോത്ത് ചത്താലും ഒരു മനുഷ്യൻ മരിച്ചാലും ഭയങ്കര മണം. മനസ്സിലായോ? എത്ര കണ്ട് സാധനം മെച്ചപ്പെടുന്ന അത്ര കണ്ട് മണം കൂടും. ആ നല്ല സാധനം നിന്ന് കാഷ്ടിച്ചു നോക്കൂടി, നല്ല മണയിക്കാരൻ. അതേ സമയത്ത് ഇലക്കറികളും പച്ചക്കറികളും അങ്ങനത്തെ സാധനങ്ങള് ഭക്ഷിച്ചാണ് വേണമെങ്കിൽ അത് അത്ര മണം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ആ അപ്പൊ നല്ലീരാണ് നല്ലത് കേട്ടിട്ടു. മനസ്സിലായില്ലേ? ആ ഏതുപോലെ അറിയോ? സൂര്യൻ ഉപകരിക്കാത്ത പോലെ കണ്ണിന്റെ പ്രകാശം തടയപ്പെട്ടിരിക്കുക. ഒരാൾക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണിന്റെ നേത്രാന്ത പടലത്തിന് കേടുപറ്റിയിരിക്കുന്നു, കാഴ്ച കുറവാണ്, സൂര്യൻ നല്ലോണം ഉദിച്ചിട്ടുണ്ട്, ഈ കാര്യമില്ലല്ലോ.
എന്നതുപോലെ മസ്മുആയ കുറെ ഉലൂമുകൾ പഠിച്ചത് വലിയ മൂല്യരാക്കായിട്ടുണ്ട്. മൂല്യരാക്ക വലിയ ആയിക്കാണ്. ഇപ്പോഴും ഒരുപാട് വയസ്സൊക്കെ ആയിക്കൊണ്ട് ഇപ്പോഴും വേണ്ടാത്ര നിർത്തിയിട്ടില്ല. അങ്ങനെ പല മൂല്യന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. എന്താ ആ മൂല്യക്ക് അക്കലില്ലാന്ന് അതിന്റെ അർത്ഥം മനസ്സിലായി? മസ്മുആയ അക്കലുണ്ട്, ഏതില്ല? മഹ്കൂൽ എന്ന് പറഞ്ഞിട്ടല്ല, ഫിത്രിയായ നിലയിലുള്ള ആ ബുദ്ധിയില്ല. അതാണ് ഇപ്പൊ നമ്മളൊന്ന് കാണുന്നത്. ഒരുപാട് വലിയ 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 സയന്റിസ്റ്റുകൾ. ആ സയന്റിസ്റ്റുകൾക്കൊക്കെ മസ്മൂ കേട്ട് പഠിച്ച ഒരുപാട് ഉലൂമുകളുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ വിശകലന്മാർ, ഡോക്ടർമാർ എന്തൊക്കെ പോലും ചെയ്യണത്. ഹൃദയം മാറ്റിവെക്കുന്നു, ലിവർ മാറ്റിവെക്കുന്നു. ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയത് തന്നെയാണല്ലോ, മനസ്സിലായില്ലേ? പഠിച്ചതിലേക്ക് അനുഭവ സമ്പത്ത് കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഓൽക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. പഠിച്ചവനെ ഇത് ഈ കോലത്തിൽ ആരാണ് പഠിച്ചത്, എങ്ങനെ ഉണ്ടായത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിപ്പോ പ്രകൃതിപരമായിട്ടാകാൻ യാതൊരു സാധ്യതയില്ലല്ലോ. എങ്ങനെ പ്രകൃതിപരം പോത്തിന്റെ വേറെ കോലത്തിൽ, മണ്ണിന്റെ വേറെ കോലത്തിൽ, മനുഷ്യന്റെ വേറെ, എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായത്? ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആരാണ് റബ്ബെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് അയാൾക്കില്ല. അതുണ്ടെങ്കിൽ അയാൾ അപ്പൊ ചെയ്യൂലേ? മനസ്സിലായില്ല? മസ്മുആയ ഇൽമു കൊണ്ട് കാര്യം കിട്ടൂല. ഏത് വേണ്ടതുണ്ട്? അക്കല് വേണ്ടതുണ്ട്, മഴപ്പ് മത്തുമൂടി വേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അതാണ് നല്ല റാങ്കൊക്കെ കിട്ടിയിരുന്നു. IAS പാസ് ചെയ്യും, IPS IFS ഒക്കെ ഉണ്ട്. നല്ല കഴിവുള്ള കുട്ടി തന്നെയാണല്ലോ. അല്ലാതെ വെറുതെ IAS അല്ല BA ഡിഗ്രി നല്ലത്. മനസ്സിലായില്ലേ? അന്റെ BA ഡിഗ്രി എന്നല്ല, IAS ISS IPS IFS ഇതൊക്കെ വലിയ വലിയ ഡിഗ്രികളാ. സിവിൽ സർവീസിലേക്ക് കിട്ടേണ്ടതായ കാര്യങ്ങളാ. മനസ്സിലായില്ലേ? അതിന് ബുദ്ധിയൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മളെ കുറെ ആളുകൾക്ക് അത് കിട്ടാതെ പോണ്. മനസ്സിലായ? അപ്പൊ ബുദ്ധി ജയിച്ച, അല്ലാതെ അവിടെ വർഗീയത്തുണ്ടായിട്ടോ പറ്റാത്തോണ്ടൊന്നല്ല. നല്ലോ അധ്വാനിക്കണം. അതിന് നമ്മളെ ആൾക്കാർക്ക് കുറച്ച് ആവൂല. മനസ്സിലായി? നമ്മളെ ആൾക്കാർക്ക് ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ പൈസ ഏത് വഴിക്കാ കിട്ടുകയാണെന്നാ. ഇപ്പൊ ആൾക്കാരെ കണ്ടിരിക്കുന്നത് ഡോക്ടർ ആയാലും അത്യാവശ്യം പൈസ കിട്ടും. എന്നാ പിന്നെ ഡോക്ടറാണ്. അല്ലാതെ ഡോക്ടറിന്റെ മാത്രം വേണമെന്നല്ല. ഡോക്ടർ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും അയന്ന പണിയല്ലേ. വസ്സാന്റെ പണിന്റെ അതേ സ്ഥാനത്ത് ഇരിക്കുന്ന പണി തന്നെയാണ് ഡോക്ടർ പണി എന്നാണ്. മനസ്സിലായി? അതിലേക്ക് ആളുകൾ എന്താ ആകൃഷ്ടരാണത്? ഇന്റെ മകൻ ഈ സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നല്ല, ഇന്റെ മകൻ വലിയ കൊട്ടാരണ്ടാക്കണം, കണക്കത്തെ ഡോക്ടറായിട്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ബുദ്ധി ഉണ്ട്, മനസ്സിലായോ? പക്ഷെ ആ ബുദ്ധി എന്തായ ബുദ്ധി അവർക്കില്ല, തബഇയായ ബുദ്ധിയില്ല. മനസ്സിലായില്ലേ? തബഇയായ ബുദ്ധിയില്ല. അത് വേണം അപ്പളെ നന്നാവുള്ളൂ. അത് മൂല്യരായാലും ചിലർക്ക് തബഇയായ ബുദ്ധി ഉണ്ടാവില്ല. ചെറുപ്പത്തിലേ വികൃതിയാണ്, വലിപ്പത്തിലും വികൃതിയുണ്ട്. മനസ്സിലായില്ലേ? മസ്മുആയതുണ്ട്, മത്തുബായതില്ല. അപ്പൊ ഒന്നാമത്തത് അതാ ഏത് മത്തുബായത്. മനസ്സിലായില്ലേ? പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ ഊട്ടപ്പെട്ടതായിരിക്കുന്ന അഴിമ്, അത് കിതാബ് ഓതി പഠിച്ച ഒരു മുസ്ലിംക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഒരു കിതാബും ഓതാതെ 5ാം ക്ലാസ് മദ്രസയിൽ മാത്രം പഠിച്ച കാക്കാക്കുണ്ടാവും. മനസ്സിലായില്ലേ? പള്ളിയിലൊക്കെ അവരുടെ ആദാബ് ചിലപ്പോൾ ആർക്കുണ്ടാവില്ല, ഈ മൂല്യത്തിലുണ്ടാവില്ല. ഓർക്ക് പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പേടികൾ വന്നേക്കാം. മനസ്സിലായോ? മൂല്യക്കാരൊന്നും ഒരു പേടി ഉണ്ടാവും. അതെന്താ കാരണം? ഇയാൾക്ക് അല്ലാഹു തആല കനിഞ്ഞേകിയ തബഇയായ ബുദ്ധി ഉണ്ട്. മനസ്സിലായോ? ഓൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കും. അതിന് കുറെ കിതാബൊന്നും വേണ്ട. നീ ഒരുപാട് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായി എന്നത് കൊണ്ടും അതിന് തകരാറൊന്നുമില്ല. മനസ്സിലായില്ലേ? എത്രയോ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ മതരംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളെക്കാൾ വളരെ മികവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഭൗതിക കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ മതവിദ്യാഭ്യാസം 10, 12, 15 കൊല്ലം പഠിച്ച കുട്ടികളെക്കാൾ സുന്നത്ത് നിസ്കാരത്തിലും തഹജ്ജുദ് നിസ്കാരത്തിലും ഒക്കെ എത്രയോ മുന്നിലായി ഉള്ള കുട്ടികളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ കാരണം അത് നമ്മൾ ഉദ്ദേശിച്ച അക്കലല്ല. മസ്മുആയ അക്കലുണ്ട്, മത്തുബായ അക്കലുണ്ട്. തബഅൻ നിലക്ക് അല്ലാഹു തആല അത് നന്നാക്കണം. പഠിച്ച എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? നെഹ്വിന്റെ മസാലക്ക തിരിയണമെങ്കിൽ അതിന്റെ ഒരു ആത്മീയതയുടെ ഒരു വശം അതിന് വേണ്ടതില്ല. മനസ്സിലായില്ലേ? ആത്മീയതയുടെ ഒരു വശം അതിന് വേണ്ടതില്ല. പണ്ട് എവിടെ ഒരു ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ അർദ്ധനഗ്നായിട്ടാണല്ലോ ക്ലാസ്സിൽ വരിക.
അപ്പൊ എടുക്കണതുള്ള അൽഫിയാണ്. അപ്പൊ ആരോ ചോദിച്ചോളൂ ഇത് നേരെ തന്നെ നടന്നത്. അപ്പൊ പറഞ്ഞു ഇല്ല അതൊന്നും നോക്കണ്ട, ആ കിതാബിലുള്ള എന്താ വെച്ചാൽ വിഷയം നോക്കിയാൽ മതിയോ. ഞാനെങ്ങനെയാണ് നടക്കേണ്ടത് നോക്കണ്ട, ആ ബുക്കിൽ. ആ അപ്പൊ അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. മാ ഖലഖല്ലാഹു ഖൽഖൻ, അലി റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി പറഞ്ഞു മാ ഖലഖല്ലാഹു ഖൽഖൻ, അല്ലാഹു തആല ഒരു സൃഷ്ടിയെയും സൃഷ്ടിച്ചിട്ടില്ല അവന്റെ മേൽ ഏറ്റവും അക്രമമായതായിട്ട് അക്കലിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നിനെയും അല്ലാഹു തആല പടച്ചിട്ടില്ല. അതാണ് പ്രകൃതിപരമായ ഇൽമ്. മനസ്സിലായോ? കാക്കാമാർക്കുണ്ടാണ് ഇൽമ്. കാക്കാമാർക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, അവർക്ക് നഹ്വു അറിയില്ല, സർഫും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അവർക്ക് എന്തറിയാ? ദീനറിയാം. മനസ്സിലായില്ലേ? നഹ്വു അറിയില്ല, സർഫും അറിയാം, മാനി കേട്ടിട്ടില്ല, ബദീ കണ്ടിട്ടില്ല, ഇതൊന്നുമില്ല. പക്ഷെ ദീന് എന്ന് പറയുന്ന സംഗതി അതാണ് ഖലീൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ രണ്ടാമത്തതാണ് മസ്മുആയ. ഇതാണ് തങ്ങളുടെ ഖൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവോട് പറയാൻ ഇദാ തഖറബൻ നാസു ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് ജനങ്ങൾ അടുത്താൽ വിവിധങ്ങളായ നന്മകളെ കൊണ്ടടുത്താൽ അടുക്കുക അക്കല് കൊണ്ട്. അതേതാന്നാൽ മസ്മുആയ ഉലൂമുകളെ കൊണ്ട് ഇനി അടുക്കുക എന്നാണ്. അല്ലാതെ എന്താ ഫിത്രിയായ അക്കല് കൊണ്ട് എന്താക്കാൻ പറ്റൂല, അടുക്കാൻ പറ്റൂല. കണ്ടോ? ലായംകുന്നു തഖറബു, അല്ലാഹുമായിട്ട് അടുക്കാൻ സാധ്യതയില്ല. പ്രകൃതിപരമായ ആ നൈസർഗികത ഉണ്ട്. അതുപോലെ തന്നെ മുറൂറിയായ ഉലൂമുകൾ ഉണ്ടല്ലോ, കൽബിൽ ആർക്കും വരുന്ന, ചെറിയ കുട്ടിക്ക് പോലും വരുന്ന, അതുകൊണ്ടും പറ്റൂല. പിന്നെയോ ആർജിതമായ വിജ്ഞാനം കൊണ്ടേ അതിന് സാധിക്കുകയുള്ളൂ. എങ്കിലോ അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളതായിരിക്കുന്ന ആളുകൾ അവർക്കാണ് കഴിയുക അക്കലിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുമായിട്ട് അടുക്കാൻ കഴിയുന്നതാണ്. വിജ്ഞാനത്തെ വേട്ടയാടി പിടിക്കാൻ അല്ലാഹുമായുള്ളതായ സാമീപ്യം അതുകൊണ്ട് അവൻ പ്രാപിക്കുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഖൽബ് എന്നുള്ളത് ജാരികൾ നടക്കുന്നതാണ്, മജിറയായി കണ്ണിന്റെ സ്ഥാനത്ത് നടക്കുന്നതാണ്. അപ്പോൾ ആ ഖൽബിലുള്ള അക്കലാവുന്ന ഗലീസത്താവുന്നത് ജാരിയത്തിനാൽ നടക്കുന്നതാണ്. ബസറി കാഴ്ച ശക്തിയുടെ സ്ഥാനത്ത് കണ്ണെല്ലാവർക്കും ഉണ്ട്. പക്ഷെ കണ്ണിന് കാഴ്ച ഇല്ലാത്തവനും കണ്ണുണ്ടാവില്ലേ എന്നതുപോലെ കൽബെല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്തില്ല? കൽബിന് ബസീറത്തില്ല. കൽബിന്റെ ആ ബസീറത്തിനെ കൊണ്ടാണ് എന്ത് പറയുന്നത് ഫിത്രിയായ ഗലീസിയായ കൽബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബസറുകള് എന്ന ശക്തിയാവുന്നത് ലത്തീഫത്തിനത് വളരെ ആർദ്രമായ ഒന്നാണ്. അന്ധനായ ആളിൽ അതുണ്ടാവൂല. കണ്ണുള്ളതായ ആളുകളിൽ അത് എത്തിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കുക, വൈകാനാവനായ കഥ കമലായനെ അവന്റെ രണ്ട് കണ്ണും ചിമ്പി ജന്നാലയിലേയോ അല്ലെങ്കിൽ രാത്രി അവന് ഇരുൾ മുറ്റിയാലും എന്താവുന്നതാണ്? അതുകൊണ്ട് അവനെ കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതായ ഇൽമാവുന്നത്, ഖൽബിലുണ്ടായ ഇൽമാവുന്നത് നടക്കുന്നതാണ്. ഇദ്റാക്കിൽ ബസർ കണ്ണ് കാഴ്ച എത്തിക്കുന്നതിന്റെ സ്ഥാനത്ത് കണ്ണിലെ അവൻ കാണുന്നതിന്റെ ഈ വസ്തുക്കളുടെ തടികളെ കാണുക. കണ്ണുണ്ട്, പക്ഷെ ഏത് വേണം? അവിടെ കാഴ്ച വേണം. എന്നതുപോലെ കൽബുണ്ട്, ആ കൽബിന് ഏത് വേണം? ബസീറത്ത് വേണം. അതാണ് ഈ ഫിത്രിയായത് എന്ന് പറയുന്നത്. റെയിൽമകൾ പിന്തലാവുന്നത്. അപ്പൊ ഒരു ചോദ്യം വരും, എന്നാൽ ഈ അക്കലാവുന്ന കണ്ണിനെന്തേ ചെറുപ്പത്തിലേ ഇത് കാണാൻ കഴിയാതിരുന്നത്? ഒരു പരിപക്വമാകുമ്പോഴല്ലേ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. 1 വയസ്സായ കുട്ടിക്ക് 2 വയസ്സായ കുട്ടിക്കും അതിന് കഴിയുന്നില്ലല്ലോ.
ഈ മുദ്ദത്തിസിബ കുട്ടിക്കാലത്ത് തമ്മീര് വിവേചനമാകുന്നതായ കാലഘട്ടം വരെ അവിൽ ബുലൂഗി അല്ലെങ്കിൽ ബുലൂഗാകുമ്പോഴാണ് കുറച്ചുകൂടി പരിപക്വമാകുക. അങ്ങനെയാകുന്നത് അത് സാദൃശ്യമാകുന്നു. താഹുറ റുഹിയത്തി കാഴ്ച പിന്തുന്നുണ്ട്. അനിൽ ബസരി കണ്ണിൽ നിന്നും സൂര്യന്റെ ആ പ്രോജനിതമാകുന്ന സമയം വരെ. മനസ്സിലായില്ലേ? അതിന്റെ പ്രകാശം നിർഗമിക്കുന്നവരെയും കാണപ്പെടുന്ന സാധനങ്ങളിൽ കണ്ണുണ്ട്, പക്ഷെ ഇരുട്ടാണ്, കാണൂല. സൂര്യപ്രകാശം വന്നുകൊണ്ട് ആവുമ്പോഴേ എന്താവുള്ളൂ, സാധനങ്ങളെ ശരിക്ക് കാണാൻ കഴിയുള്ളൂ എന്നതുപോലെ ഇവരെന്തുണ്ട്, കൽബുണ്ട്. പക്ഷെ ആ കൽബ് ഏതാകണം? തെമ്മീതായെങ്കിലേ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ കഴിയൂ. കലമാവുന്നത് അല്ലാഹു തആല കലമു കൊണ്ട് ഇൽമുകളെ വരച്ചിരിക്കുന്നു. ഹൃദയത്തിന്റെ ഫലകങ്ങളിൽ വരച്ചതാവുന്നത് അത് നടക്കുന്നതാണ്. മജറാ ഖുർസി ശംസി, സൂര്യനാവുന്ന ആ വട്ടമുണ്ടല്ലോ, ആ വട്ടന്റെ സ്ഥാനത്താണ് ആ കൽബിൽ എഴുതുന്നതായ സംഗതികളൊക്കെ. ഈ കൽബി സ്വബി, കുട്ടിയുടെ ഹൃദയത്തിൽ ഇൽമുണ്ടായില്ല. തമ്മീദിന്റെ മുമ്പ് കാരണം അവന്റെ കൽബിന്റെ ഫലകമാവുന്നത് ഇന്നേ വരെ അത് തയ്യാറായിട്ടില്ല ഇൽമാകുന്ന സാധനത്തെ സ്വീകരിക്കാൻ. അപ്പൊ യഥാർത്ഥത്തിൽ നൂൻ വൽ ഖലമി വമാ യസ്തൂൻ എന്നൊക്കെ പറഞ്ഞ കലമി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോഗമാണ് മിൻ ഖൽഖില്ലാഹി തആല, അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിൽ നിന്നുള്ള ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു തആല ആക്കിയിരിക്കുകയാണ്, സബബൻ ഒരു കാരണമാക്കിയിരിക്കുകയാണ്. വിജ്ഞാനത്തിന്റെ ആ ചിത്രങ്ങൾ നേടാൻ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വിജ്ഞാനം ആർജിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു പ്രയോഗമാണ് എന്ത് എന്ന് പറയുന്നത്, കലമ് എന്ന് പറയുന്നത്. അല്ലാഹു തആല അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലാഹു തആല പേന കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു. മാലം യഅലം, മനുഷ്യൻ അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്നു. മാലം യഅലം, അവൻ അറിയാത്തതിനെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല കലമാവുന്നത് സൃഷ്ടികളുടെ പേനയോട് സാദൃശ്യമായതല്ല. ഏതുപോലെ അല്ലാഹു തആലയുടെ ഗുണവിശേഷം സാദൃശ്യപ്പെടാത്തതുപോലെ അല്ലാഹു തആലയുടെ സൃഷ്ടികളുടെ വിശേഷത്തോട്. അപ്പൊ അള്ളാന്റെ കലമല്ല, ഖസബിൻ മുളയാലല്ല, വലാ ഖശബിൻ മരത്താലുമല്ല. ഏതുപോലെ തന്നെ അല്ലാഹു തആല ആയതുപോലെ ലൈസ മിൻ ജൗഹറിൻ വലാ അഖ്ലിൻ, അല്ലാഹു തആല ഘടപദാർത്ഥവുമല്ല ഗുണവിശേഷവുമല്ല. അപ്പൊ തുലനം ചെയ്യലാവുന്നത് ആന്തരികമായിരിക്കുന്ന കാഴ്ചയുടെയും ഇടയില് പ്രത്യക്ഷമായ കണ്ണിന്റെയും ഇടയിലുള്ളത് സഹിഹത്തുന്നത് ശരിയായതാണ്. ഈ നിലയിലൊക്കെ നോക്കുമ്പോൾ അത് രണ്ടും ശരിയായത് തന്നെയാണ്. പക്ഷേ അത് രണ്ടിന്റെയും ഇടയിൽ ഒരു ബന്ധമില്ല. ഈ ഷറഫി മഹത്വത്തിന്റെ കാര്യത്തിൽ യാതൊരു മുനാസബത്തുമില്ല. എന്താ കാരണം? ആന്തരികമായിരിക്കുന്ന ഈ ദൃഷ്ടി എന്ന് പറയുന്നത് അത് തന്നെയാണ് നഫ്സ് എന്ന് പറയുന്നത്. അത് കാര്യങ്ങളെ നേടുന്നതായിരിക്കുന്ന ആർദ്രമായ ഒരു കാര്യമാണ് ആ നഫ്സ് എന്ന് പറയുന്നതാണ്. ഏത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അക്കല് മൊത്തുപോഴി എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞതായിരിക്കുന്ന ബസീറത്ത് ബാത്തിനത്തി എന്നുള്ളത് ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ അപ്പോൾ ഇത് ഏതുപോലെയാണ് എന്നറിയോ? ഒരു കുതിരപ്പടയാളിയെ പോലെയാണ്. ശരീരം എന്നുള്ളത് കുതിരയാണ്. കുതിരയാണ് ശരീരം. ഖൽബ് എന്ന് പറഞ്ഞാൽ ആരാണ്? കുതിരക്കാരൻ, കുതിരനെ നയിക്കുന്നവൻ. നോക്കണം നിങ്ങൾ. അമൽ ഫാരിസി, കുതിരക്കാരന്റെ അന്ധതയാവുന്നത് ഫാരിസി. കുതിരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടായതാണ് അമൽ ഫാരിസി. കുതിരക്ക് കണ്ണില്ലെങ്കിലും തിരക്കടില്ല, കുതിരക്കാരന് കണ്ടാൽ മതി. അതേസമയത്ത് കുതിരക്ക് കണ്ണില്ലെങ്കിലോ
കാര്യമില്ലല്ലോ. അല്ല, കുതിരക്കാരന് പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. രണ്ടാലൊരു വറവിന് മറ്റതുമായി യാതൊരു ബന്ധവുമില്ല. ബസീറത്തിൽ ബാത്തിന ആന്തരികമായ ഈ പറഞ്ഞ ദൃഷ്ടി അതിനെ തുലനം ചെയ്തതിന് വേണ്ടിയാണ് ബസറും ആന്തരികമായ ബസറും ഒരു മുവാദത്തുണ്ട് എന്നതിന് പേരിലാണ് അല്ലാഹു തആല അതിന് വെച്ചത് ബിസ്മിഹി. ആ ബസറിന്റെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത്. മാ കദബൽ ഫുആദു, ഹൃദയം കളവാക്കിയിട്ടില്ല. ആ ഹൃദയം കണ്ടതായ ഒന്നിനെ കളവാക്കിയിട്ടില്ല. കൽ ഫുആദി, ഹൃദയത്തിന്റെ ആ പ്രാപിക്കലിന് പേര് വെച്ചിരിക്കുകയാണ്, റൂയത്ത് എന്ന് പേര് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹു തആലയുടെ ഖൗല് വകദാലിക നുലി ഇബ്രാഹിമ, ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മൾ കാണിക്കുന്നതാണ്. മലക്കൂത്ത സമാവാതി വൽ അർദ്, ആകാശ ഭൂമിയുടെ മലക്കൂത്തിനെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ഏതല്ല, കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, മറിച്ച് ഏതുകൊണ്ടാണ്? കൽബ് കൊണ്ടുള്ള കാഴ്ചയാണ്. കാഴ്ച രണ്ടിന് രണ്ട് നിങ്ങൾക്ക് അൽഫിന് മനസ്സിലായിട്ടില്ലേ? വലിയ കൽബ് കൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ രണ്ട് മഫ്ഊൽ ഉണ്ടാവും. അല്ല, വലിയ റുയ എന്ന് പറയുന്നതായിരിക്കുന്ന മസ്തർ വരുന്ന റാക്കുണ്ട്. ഇൻമിനി ചേർത്തോ അലിമക്കുള്ളതിന്, അലിമക്ക് എന്തുണ്ടാവും? രണ്ട് മഫ്ഊൽ ഉണ്ടാവും. പിന്നെ അതോടെ കൽബ് കൊണ്ടുള്ള കാഴ്ച എന്നാണെങ്കിൽ എന്തുണ്ടാവുള്ളൂ? പിന്നെ വേറെ ഇതും കൂടി ഉണ്ട്. എന്താ? കണ്ണുകൊണ്ട് കാണാന്നുള്ളതാണെങ്കിൽ ഏതേ ഉണ്ടാവുള്ളൂ? ഒരു മഫ്ഊലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല പ്രത്യക്ഷമായ കാഴ്ചയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഗൈറ മഖ്സൂസ് ഇബ്രാഹിം. അത് നമ്മക്കൊക്കെ കണ്ടൂടെ? മലക്കൂത്ത് സമാവാത്തിന്റെ അതിശയങ്ങൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചങ്ങളും ഇതൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയുന്നത് തന്നെയാണ്. വലിയ ഗുണമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആ ഗുണമായി എടുത്തു പറഞ്ഞ ഏതല്ല? നമ്മുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ഗോചരീഭവിക്കാൻ കഴിയുന്നതല്ല, മറിച്ച് ആന്തരികമായ നേത്രങ്ങളെ കൊണ്ട് വീക്ഷിക്കാൻ കഴിയുന്നതാണ്. മനസ്സിലായില്ലേ? ബാഹ്യമായ നേത്രങ്ങളെ കൊണ്ട് ഗോചരീഭവിക്കാൻ കഴിയുന്നതല്ല, മറിച്ച് ആന്തരികമായ നേത്രം കൊണ്ട് വീക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സമ്മ അള്ള പേര് വെച്ചിരിക്കുന്നു ഇദ്റാഖ്. അതിന്റെ ഇദ്റാഖിന്റെ നേരെ ഓപ്പോസിറ്റിന് എന്താ പേര് വെച്ചിരിക്കുന്നത്? അമ. കണ്ണുകൊണ്ട് കാണാത്തതിന് അമ എന്ന് പറയുന്നത് പോലെ കൽബ് കൊണ്ട് കാണാത്തതിന് ഏത് പറയുന്നതാണ്? അമ എന്ന് പറയുന്നതാണ്. കണ്ടോ? അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്, കാര്യമാവുന്നത് കണ്ണുകൾ അന്ധതയിലാവൂല, നെഞ്ചകമുള്ള ഹൃദയമാണ് അന്ധതയിലാകുന്നത്. മനസ്സിലായില്ലേ? അന്ധത രണ്ടിനുമുണ്ട്, കണ്ണിനുമുണ്ട് അന്ധത, കൽബിനുമുണ്ട് അന്ധത. അപ്പൊ ഇവരുടെ കൽബിനാണ് അന്ധത. എന്തിന് അന്ധതല്ല? കണ്ണിന് അന്ധതല്ല. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ കൽബ് കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നാൽ എന്താ ചെയ്യാ? അല്ലാഹു തആല പറയുകയാണ്, ഈ ദുനിയാവിൽ വല്ലൊരുത്തനും അന്ധനാണ് എങ്കിൽ അവൻ ആഖിറത്തിലും അഅമയാണ്, വഴിയാൽ ഏറ്റവും പിഴച്ചവനുമാണ്. ഇതാണ് അക്കലിന്റെ വിശദീകരണം. മനസ്സിലായില്ലേ? മത്ബൂആയ ഖൽബ്, അല്ലാഹു തആല ഹൃദയാൽ ഊട്ടപ്പെട്ട ഖൽബ് എന്തും സ്വീകരിക്കാനുള്ള ഒരു പരുവത്തിലാക്കി തീർക്കുക, നല്ലതിനെ കണ്ടെത്താനുള്ള അവസ്ഥയിൽ ആ കൽബിന് അല്ലാഹു ആക്കി. മറ്റേത് എല്ലാവർക്കും കിട്ടുന്നതാ. മനസ്സിലായില്ലേ? അത് ചിലവര് കിതാബ് ഓതി പഠിച്ചു മോന്റെ പേര് മൗലിയര് എന്ന് പറയും, ചിലവര് ഡോക്ടർ ഭാഗം പഠിക്കും മോന്റെ പേര് ഡോക്ടർ എന്ന് പറയും. അതും ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെന്താ? കിതാബ് ഓതുന്ന മൗലിയരാണ്, അള്ളാഹുവിന്റെയും അള്ളാഹിന്റെ റസൂലിന്റെയും വചനങ്ങളാണ് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എഫക്ഷനും അതിന്റെ ഒരു റിഫ്ലക്ഷനും അതിലുണ്ടാവും. ചിലപ്പോ അവന്റെ കൽബ് പറ്റ മോശമാണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ അവനിൽ മായുന്നു മാത്രമല്ല അവനക്ക് സകല നാശം ഉണ്ടാവും. മനസ്സിലായില്ലേ?
കേട്ടോ. ഇനി നമ്മൾക്ക് പറയാൻ പോകുന്നത് ദീനിയായ ഉലൂമുകളാവുന്നത് അത് പിടിക്കപ്പെട്ടതാണ്. അനുകരണം എന്ന രീതിയിലൂടെയാണ് ദീനിയായ ഉലൂമ്. ആരിൽ നിന്നാണ്? മിനൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി അലൈഹി വസലാമുഹു. അമ്പ്യാക്കന്മാരിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാതെ എന്ത് കിട്ടൂല? ബുദ്ധിയിലൂടെ കിട്ടൂല. ജംഉൽ ജവാമി എന്ന് പറഞ്ഞ കിതാബ് ഓതിയിട്ടുണ്ടാവും. അതിന്റെ ഒന്നാം ജുസു തന്നെ പറയുന്നുണ്ട് ഹക്കമത്തിൽ മുഅ്തസിലത്തുൽ അഖല. മനസ്സിലായി? മുഅ്തസിലികൾ അഖലിനെ ഹാക്കിമാക്കിയിരിക്കാൻ. ഓര് പറഞ്ഞെന്താ? അമ്പ്യാക്കന്മാരെന്ന് മഞ്ഞിലെങ്കിൽ തന്നെ ബുദ്ധിപരമായി നമുക്കത് കണ്ടെത്താൻ കഴിയുന്നതാണ്. കാരണം ഇസ്ലാമിന് മുമ്പ് തന്നെ ഏകദൈവ വിശ്വാസികളായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അയാളൊക്കെ നല്ല മുവഹിദായിരുന്നു. ചില കവികൾ മുവഹിദീങ്ങളായിരുന്നു. അതുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന നമ്മൾ അങ്ങനെ ആദ്യം റയർ കേസസ് ആയിട്ട് അള്ളാനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ പോലും എന്ത് കണ്ടെത്താൻ കഴിയില്ല? ശറഅ കണ്ടെത്താൻ കഴിയില്ല. ശറഅ എങ്ങനെ അക്കല്ലാവോ? ശറഅ ഇപ്പൊ പറഞ്ഞെന്താ? മോറ് കഴുകണം എന്നാ ഒരു ദിവസം 5 നേരം നിർബന്ധമായിട്ട്. ശരിക്ക് പറയുകയാണെങ്കിൽ മൂടല്ലേ കഴുകേണ്ടത്? ഒരു നേരം വൃത്തികേട് നോക്കുകയാണെങ്കിൽ മൂടാളെ കഴുകേണ്ടത്. മുഖം കഴുകണം, ചെവി തടയണം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ അതൊക്കെ ബുദ്ധിയിലേക്ക് നമുക്ക് എല്ലാം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ബുദ്ധിപരമായി കാണുകയാണെങ്കിൽ ശറഅ ബുദ്ധി അനുസരിച്ചാണെങ്കിൽ ലകാന മസ്സുൽ ഖുഫി, ഖുഫയെ തടയല് അലൽ അസ്ഫൽ, അടിഭാഗത്ത് തടയലാണ് ഏത്? അയലയിൽ തടയുന്നേക്കാൾ. ബുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ചോ കാണി. ഒരു ഒന്നുണ്ടാക്കാൻ എത്രമാത്രം പണിയുണ്ട്. ആ ഒന്നുണ്ടാക്കണമെങ്കിൽ എവിടെ ഇരിക്കണം, പിടിക്കണം, എന്നിട്ട് വെള്ളം ഒലിപ്പിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള പണിന്റെ സ്ഥാനത്ത് ഒരു പിടി മണി കഴിയും. ഇത് ബുദ്ധി സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ ശറഅാക്കുന്നതാണ്. മനസ്സിലായി? അത് ശറഇലൂടെ അമ്പിയാക്കന്മാരിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ബുദ്ധിയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അമ്പിയാക്കന്മാര് എന്താണ് പറഞ്ഞത് എങ്കിൽ അത് നമ്മൾ ശറഅായിട്ട് അംഗീകരിക്കാം. ബുദ്ധിക്കതിൽ ദഖലുല്ല. അതെങ്ങനെയെന്നറിയോ? ആ ദീനിയായ ഉലൂമ് യഹ്സുലു, അത് ഉണ്ടാകല് അല്ലാഹു തആലാന്റെ കിതാബ് പഠിക്കൽ കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും പഠിക്കൽ കൊണ്ടാണ്. അതിന്റെ മഅനയും ഗ്രഹിക്കേണ്ടതാണ്. മനസ്സമായി കേട്ടതിന് ശേഷം അതിനു വേണ്ടി ഏത് വേണം? 3-4 കൊല്ലത്തെ പഠനം ആവശ്യമാണ്. നഹ്വ്, സർഫ്, മഅനി തുടങ്ങിയ കിതാബ്. അതുകൊണ്ടാണ് ഖൽബിന്റെ ഗുണങ്ങളുടെ പൂർണ്ണതയിലെത്തുന്നത്. അതിന്റെ സുരക്ഷിതത്വവും അനിൽ അതുവായി ലോകങ്ങളിൽ നിന്നും ദണ്ഡങ്ങളിൽ നിന്നും. അപ്പൊ ബുദ്ധിപരമായ ഉലൂമുകളാവുന്നത് അത് പോരാ. ഫീ സലാമത്തിൽ ഖൽബി, ഖൽബിന്റെ സലാമത്തിൽ അത് പോരാ. അതിലേക്ക് ആവശ്യമാണെങ്കിൽ പോലും വെറും ബുദ്ധിയിലൂടെ മാത്രം കണ്ടെത്തൽ പോരാ. അത് ഏതിലൂടെ വരേണ്ടതുണ്ട്? അമ്പിയാക്കന്മാരുടെ തരീഖയിലൂടെ വരേണ്ടതുണ്ട്. ഏതുപോലെ ബുദ്ധി ആയതുപോലെ അത് പര്യാപ്തമായിട്ടല്ല. ശരീരത്തിന്റെ ആരോഗ്യ കാരണങ്ങളെ നിത്യമാക്കുന്നതിൽ. മനസ്സിലായില്ലേ? ബുദ്ധി കൊണ്ട് ഏത് കണ്ടെത്താൻ കഴിയുകയില്ല. ശരീരത്തിന്റെ ആരോഗ്യങ്ങൾ എന്തുകൊണ്ടൊക്കെ ഉണ്ടാണെന്ന് കണ്ടെത്താൻ കഴിയൂല. മരുന്നിന്റെ പ്രത്യേകതകൾ അറിയുന്നതിലേക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഔഷധങ്ങളുടെയും അത് ഡോക്ടർമാരിൽ നിന്ന് പഠിക്ക തന്നെ വേണം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ പുതിയതായിരിക്കുന്ന പല ഉലൂമുകളും നമ്മൾക്ക് കിട്ടിയിരിക്കാൻ. കോവിഡ് എന്ന് പറഞ്ഞ രോഗത്തെ പ്രതിരോധത്തിന് വേണ്ടി കരിഞ്ജീരകം തേനിൽ ചാലിച്ച് കഴിച്ചാൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടി കിട്ടും. ചൂടുവെള്ളത്തിൽ അല്പം ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കുടിച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. പഴയ കാലത്ത് ചുക്കും തിപ്പല്ലും മുളകും കുരുമുളകും അതുപോലെ ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊണ്ടുള്ളതായ ഒരു കാപ്പി കുടിക്കലുണ്ടായിരുന്നു. ആ കാപ്പി കുടിച്ചാലും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. പണികൾ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി, അതിന് ശാസ്ത്രം യഥാർത്ഥത്തില് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലായോ? പക്ഷെ അതിന് എന്തേലും മരുന്നുള്ള ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളതാ. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റിയ സാധനമാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. കണ്ടില്ലങ്ങള്?
ഇതിപ്പോ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയോ? ഇല്ല. ഇന്നലെ വേറെ ഒരാള് പറഞ്ഞു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനല്ല, വല്ല നമ്മളിപ്പോ ഈ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് എന്താന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു സദസ്സിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ റുമ്മാൻ പഴത്തിന്റെ തോലെടുത്തുകൊണ്ട് അത് അരച്ച് അതിൽ നിന്നൊരു 2 തുള്ളി നീരെടുത്തിട്ട് മൂക്കിലങ്ങ് നിശ്ചയം ചെയ്താൽ എല്ലാ കോവിഡ് മാരികളും അത് ഇറങ്ങി പോകുന്ന ഒരു കാര്യമായ ഒരു വൈദ്യര് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ അത്തിപ്പാലിനെ അരികൾ മോലിയർക്ക് അറിയില്ല. മോലിയർക്ക് എന്തായാലും പരമാവധി ലോകത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി അള്ളാഹിനോട് പറയാൻ എപ്പോഴും മന്ത്രിച്ചു കൂടാനും അതല്ലെങ്കിൽ അതിന്റെ ഡിഫൻസുകൾ ബിസ്മില്ലാഹി ചൊല്ലിക്കോളി, അവരുമാതി ചൊല്ലിക്കോളി, അതൊക്കെ അതിന്റെ ആത്മീയ ചികിത്സകളാണ്. പക്ഷെ അതിന്റെ ഭൗതികമായ ചികിത്സ അതല്ല. അതിന്റെ ഭൗതികമായ ചികിത്സ ആരെന്നെ പറയണം? അത്തിപ്പാല് പറയണം. മനസ്സിലായില്ലേ? ചിലപ്പോ ശരിയായിക്കോണമെന്നില്ല. ഇപ്പൊ BJP-ക്കാര് പറഞ്ഞ ഗോമൂത്രം കൊണ്ട് കോവിഡ് പോകുന്ന, എന്നിട്ടിപ്പോ അമിത്ഷാന്റെ രോഗമായിട്ട് ഗോമൂത്രം കുടിച്ചാൽ നിൽക്കലല്ല, വലിയ വൻകിട ഹോട്ടലിലെ ഹോസ്പിറ്റലിലാ പോയിക്കുന്നത്. മനസ്സിലായില്ലേ? വെയില് കൊള്ളുകയും ഗോമൂത്രം കുടിക്കുകയും ചെയ്താൽ കോവിഡ് പോകുന്ന ഒരു വിഷയം തന്നെയല്ല. വേറെ ചങ്ങായി പപ്പടം തിന്നാ മതി എന്ന് 10 കൊടുത്തപ്പോ കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലില്ല. അവനക്ക് 10 പപ്പടം ഏറെ തിന്നാ പോലെയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് തെജിരിബയിലൂടെ പറഞ്ഞത്, വർഗീയ വിഷയത്തിലൂടെ പറഞ്ഞത്. തെജിരിബയിലൂടെ ആര് പറഞ്ഞാലും മനസ്സിലായേ? വലിയൊരു ഹിന്ദു വൈദ്യരാണ് അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത്. എന്ത് വലിയൊരു നമ്പൂതിരി, അയാളെ ഗവേഷണ പഠനാണ്. എന്ത്? റുമ്മാന്റെ തോല് അരച്ചിട്ട് അതിൽ നിന്ന് 2 തുള്ളി നീരെടുത്തിട്ട് അത് മൂക്കിൽ നസ്യം ചെയ്യാം. മനസ്സിലായി? എല്ലാ കോവിഡന്മാരും പോകും. ഇത് അത്തിപ്പാലിനെ കിട്ടുള്ളൂ. നമ്മളിപ്പോ എത്രയോ പൈസ ചെലവാക്കും ചില രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ പ്രോപ്പർ ഒരു ഡോക്ടറെ എത്താൻ കാണുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമ്മൾ അറിയാത്ത ചില സാധനങ്ങൾ തിന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ചില അറിയാത്ത ചില സാധനങ്ങൾ തട്ടിയതിന്റെ പേരിൽ, അറിയാത്ത ചില വിഷങ്ങളായതിന്റെ പേരിൽ നമ്മൾ വലിയ ഹൈ പവർ ഹോസ്പിറ്റലിൽ പോകും. പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരാള് എവിടേക്കോ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കടന്ന് തലവേദന, മാറാത്ത തലവേദന, കുറെ മറ്റേതാണ്, ഇതാണ്, മറ്റേ മൈഗ്രീനാണ്, എമിഗ്രേഷൻ ആണ്, കുറെ. അവസാനം എന്തായി പറഞ്ഞാൽ ഒരു സാധു വൈദ്യരെടുത്ത് പോയി അയാളൊരു എണ്ണ കൊടുത്ത് രോഗം മാറി. മനസ്സിലായില്ലേ? അപ്പൊ പ്രോപ്പർ ചികിത്സ കിട്ടുമ്പോഴാണ് രോഗം മാറുന്നത്. വൈദ്യർക്കേ അറിയുള്ളൂ. വലിയ ആളാണെന്ന് എനിക്ക് അറിയില്ല. വലിയ ഡോക്ടർമാർക്ക് അറിയണതിന്റെ 10 ഇരട്ടി അറിയാം. ഏതാണെന്ന് അറിയാം? പഴയ പരമ്പരാഗത വൈദ്യന്മാരുണ്ട്, അവർക്ക് ആ സംഗതി അറിയാം. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഒരു ഓടിപ്പടിച്ചുണ്ടാക്കിയാൽ ഇവർ പരമ്പരാഗതമായിട്ട് കിട്ടുന്നതാണ്. മനസ്സിലായോ? അത് മാറ്റമുണ്ട്. വെറും ബുദ്ധി കൊണ്ട് മാത്രം അതിലേക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയുകയില്ല. അത് കേട്ടതിന് ശേഷം ഇല്ലാബില്ലി, അത് വേണം, ബുദ്ധി വേണം. അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത പോയത്തക്കാരൻ പണ്ടൊരു മരുന്ന് കൊണ്ട് ചുക്ക് തിപ്പല്ലി വായിച്ചത് എന്താ? ഒരു പരിചയമില്ലാത്ത ആളെ ചുക്കുനി പല്ലീന. അവസാനത്തെ കഷായത്തിന് കൂട്ടാൻ വേണ്ടി പല്ലീനെ പിടിച്ച തിപ്പല്ലി, ചുക്ക് തിപ്പല്ലി എന്നുള്ളത് കോമ വിട്ടുകൊണ്ട് ചുക്കുതി, അത് ചുക്കന്റെ ഇക്കാരം. അത് ചുക്കിന് പറഞ്ഞ വേറെ പേരെ ഇക്കാരം ചുക്കുതി. മറ്റൊരു പല്ലി, പല്ലിനെ പിടിക്കണം. അപ്പോ പൊട്ട കമ്പിയില്ല. മനസ്സിലായില്ലേ? പഴയകാലത്ത് കഷായം വെക്കാനുള്ള ചില ശൈലികളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? കഷായം വെക്കാൻ 2 ഇടങ്ങായി വെള്ളത്തിൽ കുറുക്കി നായിയാക്കി പിന്നെന്താ വയക്കാക്കിയിട്ട് 2 നേരം രാവിലെ പെയ്ത ഇന്ദുപ്പും മേപ്പിളി ചേർത്ത്, ഇന്ദുപ്പ് മേപ്പിളി ചേർത്താണ് ബിജിനെ അന്തം. എന്താ പറ്റും? ഇന്ദുപ്പ് മുസ്ലിം ഉപ്പൊക്കെ ഉണ്ട് അവിടെ. ആ ഇന്ദുപ്പ് മേപ്പിളി ചേർത്ത്, അതല്ലെങ്കിൽ വെള്ളം ചക്കര നച്ച് മേപ്പിളി ചേർത്ത് രാവിലെ വൈകുന്നേരം സേവിക്കുക. അതിന്റെ ഒരു ശൈലിയാണ്. ആധാരം വെയ്ത്തിന്റെ മാതിരി ആധാരം വെയ്ത്തിന്റെ ഒരു ശൈലിയില്ലേ? എന്നതുപോലെ വൈദ്യന്മാരുടെ ആ എഴുത്തിന് അതിൻ്റെതായ ശൈലിയുള്ള വൈദ്യന്മാരുടെ ശൈലി. മനസ്സിലായേ? പൊട്ടകാലം കിട്ടിയാണ് ഓൻ ആകെ ചെയ്യും. പക്ഷെ 2 ഇടങ്ങായി വെള്ളത്തിൽ ഓൻ്റെ പോയി ഇടങ്ങായി അറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതിന് അക്കല് വേണം. അക്കല് കൊണ്ട് ഇനയില്ല. കേൾക്കാതെ കണ്ട അക്കല് കൊണ്ട് കാര്യമില്ല. സമായ കൊണ്ട് ഇനയില്ല. അനിൽ അക്കലയെ അക്കലിക്കും ഇനയില്ല. 2 വേണം അങ്ങോട്ടും ഇങ്ങോട്ടും.
അപ്പൊ വെറും തഖലീദിലേക്ക് ക്ഷണിക്കുന്നവൻ അഖലിനെ മാറ്റി നിർത്തിക്കൊണ്ട് വെറും അനുകരണം മാത്രം, പൂർണ്ണമായ അഖലില്ല, തഖലീദ് മാത്രമാണ്. ജാഹിലിനോ നോളയാണ്. ഇപ്പൊ കണ്ടിട്ടില്ലേ, നമ്മളോട് ഒരുപാട് ജാഹിലികളുണ്ട്. എന്താ, യൂറോപ്യൻ നാടുകളിൽ തണുപ്പ് കാലഘട്ടങ്ങളിൽ കളിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ക്രിക്കറ്റ്. അപ്പൊ ഓരോ 5-6 മണിക്കൂർ നേരം കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചെറിയൊരു വിയർപ്പ് പറ്റും. അത് ഓരോ ബുദ്ധിപരമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടത്തെ പോയത്തക്കാര് ചുട്ടുകൊള്ളുന്ന വെയിലത്താണ് ഈ നോള ഹംകളി കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് തഖലീദ് അഅമ എന്ന് പറയുന്നത്. മനസ്സിലായി? വൽമുക്തഫി മതിയാക്കുന്നവനാവുന്നത്, അഖൽ കൊണ്ട് മാത്രം മതിയാക്കുന്നവനാവുന്നത്, സുന്നത്തിന്റെയും ഖുർആന്റെയും പ്രകാശങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് വെറും ബുദ്ധി മാത്രം മതി എന്ന് പറയുന്നവൻ ചതിയിലകപ്പെട്ടവനാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണേ, ഈ രണ്ടാലൊരു കൂട്ടത്തിലാകരുത്. അഖൽ മാത്രം മതി, ഏത് വേണ്ടതില്ല, തഖലീദ് വേണ്ടതില്ല, തഖലീദ് മാത്രം മതി, അഖൽ വേണ്ടതില്ല, അങ്ങനെയല്ല, രണ്ടും കൂടി വേണ്ടതുണ്ട്. ഈ രണ്ട് അടിത്തറകളും നീ ഒരുമിച്ച് കൂട്ടിയവനായിക്കോ. അഖലിയായ ഉലൂമുകളാവുന്നത് ഭക്ഷണം പോലെയാണ്. ശർഈയായ ഉലൂമുകൾ എന്ന് പറഞ്ഞാൽ മരുന്ന് പോലെയാണ്. രോഗിയായ ഒരു വ്യക്തി ഭക്ഷണം കൊണ്ട് അവന് ബുദ്ധിമുട്ടാവുന്നതാണ്. പാതവും മരുന്നില്ലാതെ ഭക്ഷണം മാത്രം ആയിട്ടുണ്ടെങ്കിൽ അവനക്ക് ഭയങ്കര രോഗങ്ങളാവൂലേ? അതുപോലെ അതാണ് ഹൃദയത്തിന്റെ രോഗങ്ങളാവുന്നത്. അത് ചികിത്സിക്കാൻ കഴിയില്ല, ഇല്ലാതിൽ അദ്വിയത്തി മരുന്ന് കൊണ്ടല്ലാതെ. പിന്നെ ശരിയാ, ശറയിൽ നിന്ന് ഇസ്തിഫാദ ചെയ്യപ്പെടുന്ന അതാണ് ഇബാദത്തിന്റെ ലത്തൈഫല്ലേ, വലൈഫ. അത് രണ്ടായാലും കണക്കന്നെ. അതാണ് ഇബാദത്തിന്റെ ഡ്യൂട്ടികൾ. ചില അമലുകളുടെയും സലവാത്തുള്ളാഹയും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ അതിനെ ഘടിപ്പിച്ചിരിക്കുന്നു. ഇസ്ലാഹുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി. അൽ മരീദ്, രോഗബാധിതമായ ഹൃദയത്തിന് ഒരാൾ ചികിത്സിച്ചില്ല എങ്കിൽ ഇബാദത്ത് ശർഈയ ഇബാദത്ത് ആവുന്ന ചികിത്സ കൊണ്ട് വെറും അഖലിയായ ഉലൂം കൊണ്ടോ മതിയാക്കുകയും ചെയ്താൽ അതുകൊണ്ട് അവനിക്ക് ഉപദ്രവം ഉണ്ടാകുന്നതാണ്. ഏതുപോലെ രോഗിയായ ആൾക്ക് ബുദ്ധിമുട്ടാകുന്നത് പോലെ ഭക്ഷണം കൊണ്ട്, മരുന്നില്ലാതെ ഭക്ഷണം മാത്രമേ ഭയങ്കര ഒരാളുടെ ധാരണയാവുന്ന അഖലിയായ ഉലൂമുകളാവുന്നത് ഉലൂമിന്റെ വൈരുദ്ധ്യമാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് അത് സാധ്യമല്ല എന്നുള്ളത്. അത് ഒരു വന്നിനൊരു ധാരണയാണ്, സാധുവിന് അത് ഉത്ഭൂതമായതാണ്. ദീർഘദൃഷ്ടിയാവുന്ന കണ്ണിന്റെ അന്ധത കൊണ്ടുണ്ടായതാണ്. ഈ പറഞ്ഞ ചങ്ങായി വിനാത്തുകളോ എന്തോ ചിലപ്പോൾ അവന്റെ അടുക്കൽ പരസ്പര വൈരുദ്ധ്യമാകാറുണ്ടല്ലോ. ചിലതിനോട് അത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടാൻ അവൻ അശക്തമാകാറില്ലേ? അപ്പോ വിചാരിക്കുന്നു ദീനിൽ വളരെ വൈരുദ്ധ്യമാണ്. അങ്ങനെ അവൻ കണ്ട ഒരു ഹദീസ് പറയാം, വേറെ പറയണം അങ്ങനെ കണ്ടേക്ക് പറയുന്നത് ഖുർആൻ അങ്ങനെ ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ അവൻ ജാമിദ ടീച്ചറായി മാറുകയാണ്. മാവിൽ നിന്ന് എങ്ങനെയാണോ ഊരുന്നത്, രോമത്തെ ഊരിയെടുക്കുന്നത് എന്നതുപോലെ ദീനിൽ നിന്ന് ജബ്ബാർ മാഷും ജാമിദ ടീച്ചറുമായി മാറുകയാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ബസീറത്ത് കിട്ടാൻ. അതുപോലെ പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നബിയുടെ വിവാഹങ്ങൾ, അല്ലെങ്കിൽ ചില യുദ്ധത്തിലുള്ള പ്രതികരണങ്ങൾ, ഇതിനൊക്കെ കാര്യമായിട്ട് എടുത്തു പിടിക്കണം. കാരണം ബസീറത്തില്ല. മനസ്സിലായി? കാരണം ഇത് സംഭവിച്ചത് എന്താണെന്നറിയോ?
അവന്റെ നഫ്സിലുള്ള അവന്റെ ബുദ്ധിപരമായ അവൻ അശക്തയാവുന്നത് അവനിലേക്ക് തോന്നിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ദീനിലുള്ള വൈരുദ്ധ്യമാണ് എന്ന് അവനക്ക് തോന്നിയിരിക്കുകയാണ്. ഹൈഹാത്ത, ഇത് എത്ര വിദൂരത്തായ കാര്യമാണ്. ഈ ചങ്ങായിമാരുടെ മിസാലാവുന്നത് ജബ്ബാർ മാഷ ഉദാഹരണം പറയുകയാണെങ്കിൽ, ജാമിദ ടീച്ചറുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്നറിയോ? മിസാലുല്ലായ്മ രണ്ടാളും കുറച്ചൊക്കെ പഠിച്ചോലാണ്. പഠിച്ചിട്ട് എന്താ കാര്യം? മിസാലുല്ലായ്മ ഒരു അന്ധന്റെ മാതിരിയാണ്. കൗമി ഒരു ആൾക്കാരുടെ ആരോ ഒരാളുടെ വീട്ടിൽ കടന്നു ഒരു അന്ധൻ. ആ വീട്ടിലുള്ളതായിരിക്കുന്ന പാത്രങ്ങൾ തട്ടിയാലും വീണ്. എന്നിട്ട് അയാൾ ഓരോട് പറയാ, എന്താണ് ഈ പാത്രങ്ങളുടെ അവസ്ഥ? ബൈക്ക വെച്ചേക്കണ ആരാണ്? ഈ ബൈക്കിലൊക്കെ ഈ പാത്രം വെച്ചേക്കണത് അത് അതിന്റെ സ്ഥലത്ത് വെക്കണ്ടേ? എവിടെ പാത്രം അതിന്റെ സ്ഥലത്ത് തന്നെ വെച്ചേക്കണത്? കണ്ണു കാണാതെ അതിലെ പോയതാണ്. മനസ്സിലായില്ലേ? എന്നതുപോലെ ശറഈയായ ദലീലുകളൊക്കെ അതാതിന്റെ സ്ഥാനത്താണ്. എവരിതിങ് ഈസ് ഇൻ ഇറ്റ്സ് പ്ലേസ്. പക്ഷെ അത് ഇവർക്ക് എന്തായില്ല, മനസ്സിലായില്ല. അതാണ്. അപ്പൊ ഓലിയാളോട് പറയാൻ, ആ പാത്രങ്ങൾ അതിന്റെ ഇടങ്ങളിലാണ്. അനക്ക് വയ്യ കാണാത്തതുകൊണ്ടാണ്. നിന്റെ അന്ധത കാരണത്താൽ പണ്ട് 4 കണ്ണോട്ടന്മാർ ആനനെ കാണാൻ പോയ കഥ കേട്ടിട്ടില്ലേ? ഓർക്ക് കാര്യം മനസ്സിലായില്ല. ഓരോരുത്തരും ആനന്റെ ഓരോ പാർട്ടുകൾ തൊട്ട് ഒരു പറഞ്ഞ ആന എന്ന് പറഞ്ഞ മുറത്തിന്റെ മാതിരിയ, ആന എന്ന് പറഞ്ഞ വരല് മാതിരിയ, ആന എന്ന് പറഞ്ഞ കുന്താണി മാതിരിയ. കാരണം ഓരോ ശരീരത്തിന്റെ ഓരോ പാർട്സുകൾ തൊട്ടാണ് ഒരു പറഞ്ഞ ഒരു മുഴുവൻ തൊടാൻ കാണാനുള്ള ഭാഗ്യമില്ലല്ലോ. കണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ എന്നതുപോലെ ഇവർ ഷെററിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഏറ്റവും ചുരുക്കിയ യുക്തിവാദികൾ നിഷേധിച്ചവരും ഒരു നിഷ്പക്ഷമായി ഇരുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിത ക്രമം ഒന്ന് പിടിച്ചാൽ മനസ്സിലായില്ലേ? യുദ്ധത്തിലേക്കൊക്കെ പോണതിന് മുമ്പേ, യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾ 53 കൊല്ലക്കാലം കൂടി ജീവിച്ചു. മനസ്സിലായില്ലേ? 1-2 കൊല്ലല്ല, പീഡിതനായിക്കൊണ്ടാണ് ജീവിതം. എത്ര കൊല്ലം? 13 കൊല്ലക്കാലം. മനസ്സിലായോ? 53 കൊല്ലക്കാലം ജീവിച്ചതില് അവസാന കാലമായ 10 വർഷത്തിലാണ് പല സംഭവങ്ങളും നടക്കുന്നത്. ഈ 53 വർഷക്കാലത്തെ ജീവിതം പഠിച്ച് 54-ാം വയസ്സിൽ എന്തുണ്ടായി, 55-ാം വയസ്സിൽ എന്തുണ്ടായി, അങ്ങനെ അയിനുൽ ബസീറത്ത് കൊണ്ട് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അപ്പൊ ആ പറഞ്ഞ എല്ലാ സംഗതികളും വളരെ യുക്തിപരമായ, റസൂലുള്ള വളരെ സൗമ്യനായ, റസൂലുള്ള ക്രൂരനൊന്നല്ല, റസൂലുള്ള ഏറ്റവും ഹൃദയവിശാലത ആളാണ് ഓർക്ക് കാണാൻ കഴിയും. പക്ഷെ ഓർക്കതിനുള്ള ഭാഗ്യമില്ല. ഓർക്ക് എന്തുമാത്രം കിട്ടണത്? ഈ കണ്ണൊട്ടന് പെരി കഴിക്കുന്നുണ്ട്. പാത്രം തട്ടിത്തടങ്ങി വീണിട്ട് പറയാം, ആൾക്കാർ അവിടെ പാത്രം വെച്ചിട്ട് ബൈക്കല്, മനുഷ്യൻ നടക്കണ ബൈക്കല്, മനുഷ്യൻ നടക്കണ വയ്യല്ല, ഓയില പോയല്ല. എന്നെ മാതിരിയാണ് ഇവരുടെ അവസ്ഥ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ബസീറത്ത് കൊണ്ട് ദീന് പഠിക്കുകയാണെങ്കിൽ ഈ ജാതി ഒന്നും വരില്ല. മനസ്സിലായില്ലേ? പക്ഷെ എന്താ, എല്ലാരും കൂടി ഈ രീതിയിൽ ചിന്തിച്ചാൽ സ്വർഗത്തിന് സ്ഥലം ഉണ്ടാവും. അല്ലാഹു തആല നാളെ ചോദിക്കും, ഹലിം തലാഅത്തി, നരകമേ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഞാൻ നിറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് നിറഞ്ഞോ? തഖൂലു ഹൽ മിൻ മസീദ്, ഇനി ഉണ്ടോന്നാ? അഡീഷണലി ഉണ്ടെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ നരകത്തെ തയ്യാറാക്കിയത് കൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും എന്ത് കൊടുക്കൂല? ഈ നൂറുൽ ബസീറ. മനസ്സിലായില്ലേ? അത് കൊടുക്കൂല. അതാണ് വലിയ സയന്റിസ്റ്റ് ആണ്, അതല്ലെങ്കിൽ വലിയ IAS കാരനായിക്കണം, അല്ലെങ്കിൽ നല്ല വിഷകരൻ, വളരെ വിദഗ്ധനാണ്. പക്ഷെ അവനിക്ക് എന്തിനു കഴിയുന്നില്ല? അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. അല്ലെങ്കിൽ അവൻ എത്തിച്ചേരുന്നുണ്ട്. പല ഡോക്ടർമാരും വലിയ മുവഹിദീങ്ങളാണ്. പക്ഷെ ഓർക്ക് അങ്ങനെ മുവഹിദായിട്ട് കാര്യമില്ലല്ലോ. ഏതിലൂടെ മുവഹിദാകണം? റസൂലുള്ളാഹിന്റെ ശരീഅത്തിലൂടെ മുവഹിദായിട്ടല്ലേ കാര്യമുള്ളൂ. നിന്നിൽ നിന്നുള്ള അതിശയം എന്താണ്? നിന്റെ ഈ വഴുതി വീഴലിനെ നീ അവലംബമാക്കുന്നില്ല. അല അമാക്ക, നിന്റെ അന്ധതയുടെ മേലിലല്ല, അതിനെ നീ അവലംബമാക്കുന്നതല്ല. തഫ്സീർ ഗൈരിക, മറ്റുള്ളവരുടെ വീഴ്ചയാണ്. ഓരോരുത്തരും വീഴ്ചയില്ല അന്ധത എന്നതുപോലെ നീ മനസ്സിലാക്കിയതിലുള്ള തകരാറാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ലോകത്ത് ഇന്നേ വരെ ഈ ബൈറൂത്തിലും അതുപോലെ തന്നെ ഫലസ്തീനിലൊക്കെ അറബി ഭാഷ അറിയുന്ന നല്ല നല്ല വിദഗ്ധരായ ക്രിസ്ത്യാനികൾ കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ?
അവർക്കൊന്നും ഖുർആന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ കഴിയില്ല. അറബി സാഹിത്യകാരന്മാരും ജയിക്കുന്നല്ല. ജാഹിലി കാലഘട്ടം പോട്ടെ, അതൊക്കെ കഴിഞ്ഞ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ അറബി ഭാഷയിൽ വലിയ വലിയ പണ്ഡിതന്മാരായ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. ഓർക്കൊന്നും ഖുർആന് സമാനമായത് കൊണ്ടുവരാൻ കഴിയാതെ ഇപ്പത്തെ കാലത്ത് ഏതോ ചില നോളാര് എന്തൊക്കെയാ കൊണ്ടുനിൽക്കുക, എന്നിട്ട് അത് സമാനമായിക്കൊള്ളുന്ന അവർ. അപ്പൊ അത് ഇതാണ് ദീനിയായ ഉലൂമിന്റെ ബന്ധം. അഖലിയായ ഉലൂമുമായിട്ടുള്ള ബന്ധം ഇതാവുന്നു.